everyone, this is Days on Hybrid Campus. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ഫർഹാന ജബിൻ. സോ വെൽക്കം ടു യുവർ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ വിക്കർ ഓഫ് വേക്ക്ഫീൽഡ് എന്ന നോവലാണ്. അപ്പോൾ നോവലിന്റെ സമ്മറിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഓതറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒലിവർ ഗോൾഡ്സ്മിത്ത് ആണ് ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം 1730 ജനിക്കുന്നത്. ഒരു ഐറിഷ് റൈറ്റർ ആണ്, അതുപോലെ പോയറ്റ് ആണ്, പ്ലേ റൈറ്റ് ആണ്, ഹിസ്റ്റോറിയനും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ ഒരു ഫേമസ് ആയിട്ടുള്ള ദ വിക്കർ ഓഫ് വേക്ക്ഫീൽഡ് എന്ന നോവൽ പബ്ലിഷ് ചെയ്യുന്നത് 1766 അദ്ദേഹത്തിന്റെ പോം ആയിട്ടുള്ള ദ ഡെസേർട്ടഡ് വില്ലേജ് പബ്ലിഷ് ചെയ്യുന്നത് 1770 അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്ലേ ആയിട്ടുള്ള ഷീ സ്റ്റൂപ്സ് ടു കോങ്കർ എന്ന പ്ലേ പബ്ലിഷ് ചെയ്യുന്നത് 1773 അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അദ്ദേഹം ഉപയോഗിക്കുന്ന തീംസ് റൂറൽ ലൈഫ്, നൊസ്റ്റാൾജിയ, മൊറാലിറ്റി, അതുപോലെ സോഷ്യൽ ക്രിറ്റിസിസം, ഇങ്ങനെയുള്ള തീംസിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഓരോ കൃതികളും രചിച്ചിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിനെ ക്യാരക്ടറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹ്യൂമർ, ഐറണി, സെന്റിമെന്റാലിറ്റി, ഇതിന്റെയൊക്കെ ബേസിലായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു നോവലിന്റെ സമ്മറിയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഈ നോവലിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നാണ്. ഡോക്ടർ ചാൾസ് പ്രൈംറോസ് ആണ് ഇതിലെ പ്രൊട്ടഗോണിസ്റ്റ്, അതുപോലെ തന്നെ നറേറ്റർ ആയി വരുന്നത്. അപ്പോൾ ഇതിന്റെ ടൈറ്റിൽ വികാർ എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടല്ലോ. വികാർ എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? വികാരി എന്ന് തന്നെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഈ നോവലിൽ വികാരി എന്ന് പറയുന്നത് ഡോക്ടർ ചാൾസ് പ്രൈംറോസ് ആണ്. ഇനി അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഡെബോറ പ്രൈംറോസ്. ഇനി അദ്ദേഹത്തിന്റെ മക്കളെ പേരാണ് പറയുന്നത്: ജോർജ് പ്രൈംറോസ്, ഒലീവിയ പ്രൈംറോസ്, സോഫിയ പ്രൈംറോസ്, അതുപോലെ തന്നെ മോസസ് പ്രൈംറോസ്, പിന്നെ ഡിക്ക്, ബില്ല് പറഞ്ഞ 2 മക്കളും കൂടി ഇദ്ദേഹത്തിനുണ്ട്. അപ്പൊ 6 മക്കളാണ് മൊത്തത്തിൽ അദ്ദേഹത്തിനുള്ളത്. ഇനി അടുത്തതായിട്ട് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് സ്ക്വയർ തോൺഹില്ലാണ്. സ്ക്വയർ തോൺഹില്ലാണ് ഈ ഒരു നോവലിലെ മെയിൻ ആയിട്ടുള്ള ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊട്ടഗോണിസ്റ്റ് എന്താണ്? നായകൻ. ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത് വില്ലനാണ്. അപ്പൊ ഈ ഒരു നോവലിലെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് സ്ക്വയർ തോൺഹില്ലാണ്. ഇനി അടുത്തതായിട്ട് വരുന്ന ക്യാരക്ടറാണ് സർ വില്യം തോൺഹിൽ. ഈ സർ വില്യം തോൺഹിൽ എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയർ തോൺഹില്ലിന്റെ അങ്കിളായിട്ട് വരുന്നതാണ്. ഇനി അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് മിസ്റ്റർ ബേർഷെൽ ആണ്. അതുപോലെ തന്നെ ജെങ്കിൻസൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും വരുന്നുണ്ട്. നമുക്ക് ഇനി ഈ ഒരു നോവലിന്റെ സമ്മറിയിലോട്ട് പോകാം. അപ്പോൾ ഈ ഡോക്ടർ ചാൾസ് പ്രൈംറോസ് തൻ്റെ മക്കളുമായിട്ട് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുമായിട്ട് വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോവുകയായിരുന്നു. വളരെ സമാധാനത്തോടു കൂടി ജീവിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും ഇവർക്ക് അങ്ങനെ ഒരു വെൽത്ത് ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു സമ്പന്ന ഫാമിലി ഒന്നുമല്ല. എല്ലാ ക്യാഷ് കൊണ്ട് അവർ സമാധാനത്തോടു കൂടി ജീവിച്ചു പോവുകയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണ് ചാൾസ് പ്രൈംറോസിൻ്റെ ഒരു റിലേറ്റീവ് മരിക്കുന്നത്. അങ്ങനെ ആ റിലേറ്റീവ് മരിക്കുന്നതിലൂടെ ഇദ്ദേഹത്തിന് കുറച്ച് സ്വത്തുക്കൾ ലഭിക്കുകയാണ്. അങ്ങനെ ഇവർ നല്ല രീതിയിൽ ജീവിച്ചു പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ ബാങ്കർ ഇദ്ദേഹത്തെ ചതിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഹ്യൂജ് എമൗണ്ട് ഇദ്ദേഹത്തിന് ലോസ് ആയി പോകുന്നുണ്ട്. അങ്ങനെ പണമൊക്കെ നഷ്ടപ്പെട്ട്, വെൽത്ത് ഒക്കെ നഷ്ടപ്പെട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, വളരെ തകർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് അദ്ദേഹം വേക്ക്ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലം വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതിനു മുമ്പ് കുറെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ജോർജ് പ്രൈംറോസ് ഇല്ലേ, ഈ ജോർജ് പ്രൈംറോസ് ഒരു പെൺകുട്ടിയുമായിട്ട് എൻഗേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് നടത്തിയിരുന്ന ഒരു ടൈം ആയിരുന്നു. അപ്പൊ അവരുടെ ഫാമിലി, ഈ ഒരു പെൺകുട്ടിയുടെ ഫാമിലി എന്ത് പറയാണ്, ഇവര് നല്ല റിച്ച് ആണ്. അതായത് ഡോക്ടർ ചാൾസ് പ്രൈംറോസ് നല്ല റിച്ച് ആണല്ലോ, ഈ ഒരു റിലേറ്റീവിന്റെ പണം കിട്ടിയതോടുകൂടി. അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു പെൺകുട്ടിയുടെ ഫാമിലി ജോർജിന് ഇവളെ വിവാഹം ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷെ ഈ ഒരു പണം നഷ്ടപ്പെട്ടതോടുകൂടി, അല്ലെങ്കിൽ വെൽത്ത് നഷ്ടപ്പെട്ടതോടുകൂടി ഇവർ ഈ ഒരു വിവാഹത്തിൽ നിന്നും പിന്മാറുന്നുണ്ട്. അങ്ങനെ ഇവർ പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ ഒന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് വേക്ക്ഫീൽഡ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം വിട്ട് മറ്റൊരു വില്ലേജിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ആരൊക്കെയാണ് പോകുന്നത്? ചാൾസ് പ്രൈംറോസ്, ഡെബോറ പ്രൈംറോസ്, അവരുടെ മക്കളൊക്കെ ഈ വേക്ക്ഫീൽഡ് വിട്ടിട്ട് വേറൊരു വില്ലേജിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ വില്ലേജിൽ എത്തിയ സമയത്ത് അവർ പരിചയപ്പെട്ടിട്ടുള്ള അവിടുത്തെ ഏറ്റവും നോബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല വെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു സ്ക്വയർ തോൺഹിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ക്വയർ തോൺഹിൽ എപ്പോഴും വീട്ടിലേക്ക് വരും. ഇവരുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ തന്നെയായിരുന്നു അവർ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ഔട്ട്സൈഡറിനെ നമ്മുടെ ഫാമിലിയിലേക്ക് വിളിച്ച് കയറ്റുന്നതിനൊരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെയുള്ള ഒരു ലിമിറ്റൊന്നും ഇവർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സ്ക്വയർ തോൺഹില്ലിന് നമ്മുടെ ഒലീവിയയുമായിട്ട് ചെറിയൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒലീവിയ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. പക്ഷെ കല്യാണം കഴിക്കുക എന്നുള്ള രീതിയിൽ ഒരിക്കലും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല.
എന്നാൽ ഒലീവിയ ആകട്ടെ ഇവൻ തന്നെ വിവാഹം കഴിക്കും എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവർ തമ്മിലുള്ള റിലേഷനൊക്കെ ആർക്കറിയാം? അറിയാം, അമ്മയായിട്ടുള്ള ഡെബോറക്ക് അറിയാം. ഒരമ്മ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇതും വീട്ടിൽ വന്നിട്ട് ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് വിലക്കേണ്ട ഒരു കാര്യമല്ലേ. പക്ഷെ ഡെബോറ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇത് കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്തായിരുന്നു? സ്ക്വയർ തോൺഹിൽ എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു നോബിൾ മാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, സ്ക്വയർ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും തൻ്റെ മകളുടെ ആ ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ഭാവി എന്താണ് സുരക്ഷിതമായിരിക്കും എന്നുള്ള രീതിയിൽ ഡെബോറ ഈ ഒരു റിലേഷൻഷിപ്പിന് നേരെ എന്താണ് കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ സ്ക്വയർ തോൺഹില്ലിന് എന്താണ് ഇവളെ വിവാഹം കഴിക്കാൻ ഒരിക്കലും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു നോവലിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് സോഫിയ പ്രൈംറോസിന്റെ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. അതായത് മകളായിട്ടുള്ള ഈ സോഫിയ പ്രൈംറോസ് ഒരു ദിവസം വെള്ളത്തിൽ വീഴുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് അവൾ രക്ഷിക്കുന്നതാണ് മിസ്റ്റർ ബേർഷെല്ലാണ് അവളെ രക്ഷിക്കുന്നത്. അങ്ങനെ ഈ മിസ്റ്റർ ബേർഷെല്ലിനോട് ഇവൾക്ക് കുറച്ചൊരു ഇഷ്ടമുണ്ടായിരുന്നു. നമ്മളൊരാളെ രക്ഷിക്കുമ്പോൾ ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഇത് ഡെബോറക്കും മനസ്സിലായിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഡെബോറ എന്താണ് ചെയ്തത്? ഇതിനെ എതിർക്കുകയാണ് ചെയ്തത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് മിസ്റ്റർ ബേർഷെൽ അത്ര സാമ്പത്തികമായിട്ടുള്ള ഉള്ളൊരു വീട്ടിലെ ഒരാളൊന്നുമല്ല, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട ഒരാളൊന്നുമല്ല എന്നുള്ള രീതിയിലായിരുന്നു ഡെബോറ ഇതിനെ എതിർത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഒലീവിയെ പെട്ടെന്ന് കാണാതാവുകയാണ്. അപ്പോൾ ഒലീവിയ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സ്ക്വയർ തോൺഹിൽ തന്നെ വിവാഹം കഴിക്കുമെന്നായിരുന്നു. അപ്പോൾ അവൾ അവൻ്റെ കൂടെ പോകാനുള്ള ഒരു കാരണം ഒരു സീക്രറ്റ് ആയിട്ടുള്ള ഒരു മാരേജ് നടത്തുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവളെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി എന്താണ് അവൻ സെഡ്യൂസ് ചെയ്യുകയാണ്. എന്നിട്ട് അവളെ അവിടെ ഉപേക്ഷിച്ചു പോവുകയാണ്. അപ്പോൾ ആ ഒരു ഹോട്ടലിന് പേ ചെയ്യേണ്ട ക്യാഷ് ഉണ്ടാവുമല്ലോ, അതുപോലും ഒലീവിയയുടെ കയ്യിലില്ലാതെ അവൾ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് എന്താണ് ഒലീവിയയെ കണ്ടെത്തുന്നുണ്ട്. ഇനി അത് മാത്രമല്ല നമ്മുടെ സോഫിയയെയും പെട്ടെന്ന് കാണാതാകുന്നുണ്ട്. അങ്ങനെ സോഫിയയെ കണ്ടെത്തി സോഫിയ ഈ ഒരു മിസ്റ്റർ ബേർഷെൽ വിവാഹം ചെയ്യുന്നുണ്ട്. ഒലീവിയ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യവും ഇവരറിയുന്നുണ്ട്. അങ്ങനെ എന്താണ് ഇവരുടെ ഒരു ഫാമിലി ഉണ്ടാവുമല്ലോ, അത് പഴയ ഒരു പ്രതാപത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് ജോർജ് ഇപ്പോൾ പഠന ആവശ്യത്തിന് വേണ്ടി വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത്, അതായത് അവൻ്റെ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ് ഇപ്പോഴും അങ്ങനെ പൂർത്തിയാകാത്ത രീതിയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ സ്റ്റേബിൾ അല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും മിസ്റ്റർ ബേർഷെല്ലിനെ ആര് വിവാഹം ചെയ്യുന്നുണ്ട്? സോഫിയ വിവാഹം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല എന്താണ് ഒലീവിയ ജീവനോടെ ഉണ്ടെന്ന് ഇവർ കണ്ടെത്തുന്നുമുണ്ട്. അങ്ങനെ ജോർജ് ഈ കാര്യങ്ങളൊക്കെ കാരണം താൻ പഠിക്കുന്ന സ്ഥലത്തേക്ക് നിന്ന് നാട്ടിലേക്ക് വരികയാണ്. ഇനി നോവലിൽ ഉണ്ടാകുന്ന ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യാജ കേസിൽ കുടുങ്ങി ജോർജും അതുപോലെ തന്നെ അച്ഛനായിട്ടുള്ള ചാൾസ് പ്രൈംറോസും ജയിലിൽ പോവുകയാണ്. അങ്ങനെ ജയിലിലാകുന്ന സമയത്ത് ഇവർ അറിയുന്നുണ്ട് ഒലീവിയയെ കാണാനില്ല, ഒലീവിയ മരിച്ചു എന്നുള്ളൊരു വിവരം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ ഒലീവിയ ശരിക്കും മരിച്ചിട്ടുണ്ടാകില്ല. ഒലീവിയ സ്ക്വയർ തോൺഹില്ലിൻ്റെ കൂടെ പോയിരിക്കും. അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സ്ക്വയർ ഇവളെ ഒരു സീക്രറ്റ് ആയിട്ട് മാരേജ് ചെയ്യും എന്നായിരുന്നു. പക്ഷേ ഇവളെ ഒരു ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയിട്ട് അവളെ സെഡ്യൂസ് ചെയ്യുകയാണ് സ്ക്വയർ ചെയ്തത്. എന്നിട്ട് അവൾക്ക് ആ ഒരു ഹോട്ടൽ റൂമിന് പേ ചെയ്യാനുള്ള ക്യാഷ് പോലും നൽകാതെ അദ്ദേഹം അവിടെ നിന്ന് കടന്നു കളയുകയാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടെന്ന് ഒലീവിയ എന്താണ് മരിച്ചുപോയി എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് എന്താണ് സോഫിയയെ ഈ ഒരു മിസ്റ്റർ ബേർഷെല്ലിന് ഇഷ്ടമാണ്. പക്ഷെ എന്താണ് ഇവരുടെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്റ്റർ ബേർഷെല്ലിന് അത്ര സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് ആ കുടുംബം എത്തിയത്. എന്നാൽ പിന്നീട് ഉണ്ടാകുന്ന ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അറിയാമായിരുന്നു സർ വില്യം തോൺഹിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ക്വയർ തോൺഹില്ലിന് ഒരു അങ്കിൾ ഉണ്ടെന്നും അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണെന്നുള്ള കാര്യം ഇവർക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഈ ഒരു മിസ്റ്റർ ബേർഷെൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, അത് ശരിക്കും ആരായിരുന്നു? സർ വില്യം തോൺഹിൽ ആയിരുന്നു. അങ്ങനെ ഈ ഒരു ഫാമിലി ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ്. അതുപോലെ തന്നെ എന്തുണ്ടാകുന്നുണ്ട്, ഈ ഒരു ഫാമിലി ഈ സ്ക്വയർ തോൺഹിൽ ഉണ്ടാവുമല്ലോ, അവരുടെ ആ ഒരു ചതി ഉണ്ടാവുമല്ലോ, തൻ്റെ മകളെ പറ്റിച്ച കാര്യങ്ങളൊക്കെ ഈ ഒരു ഫാമിലി തിരിച്ചറിയുകയാണ്. അങ്ങനെ ഒലീവിയയെ തിരിച്ചവർ വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ഒരു വില്യം തോൺഹിൽ, അതായത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മിസ്റ്റർ ബേർഷെൽ ആയിട്ട് വന്ന വില്യം തോൺഹിൽ നമ്മുടെ സോഫിയയെ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ എന്താണ്
എന്താണ് ഒരു ഹാപ്പി എൻഡിങ്ങിലേക്കാണ് ഈ ഒരു നോവൽ എത്തുന്നത്. നമ്മുടെ ഈ ഒരു വ്യാജ കേസിൽ നിന്നൊക്കെ വില്യം തോൺഹില്ല് ഇവരെ രക്ഷിക്കുന്നുണ്ട്. ജോർജിനെയും അതുപോലെ തന്നെ ചാൾസ് പ്രൈംറോസിനെയും രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അവർ നല്ല രീതിയിലെത്തി നിൽക്കുന്ന സമയത്താണ് ചാൾസ് പ്രൈംറോസ് ഈ ഒരു കാര്യം അറിയുന്നത്. എന്താണ്, തനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു പണം അല്ലെങ്കിൽ വെൽത്തൊക്കെ തിരിച്ച് ലഭിച്ചു എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ തിരികെ ലഭിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആരെ അറിയുന്നത്? നമ്മുടെ ചാൾസ് പ്രൈംറോസ് അറിയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു പണ്ടത്തെ പ്രതാപകാലം ഉണ്ടാവുമല്ലോ, അതിലേക്ക് തന്നെ ആ ഒരു ഫാമിലി തിരിച്ചു പോവുകയാണ്. നമുക്കറിയാം ഏതൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിലും അതിനൊരു ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു താഴ്ചയിൽ നിന്നും വീണ്ടും ഉയർച്ചയിലേക്ക് തന്നെ ആ ഒരു ഫാമിലി എത്തുകയാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് സർ വില്യം തോൺഹില്ല് ഇവരെ ഹെൽപ്പ് ചെയ്തത് തന്നെയാണ്. പിന്നെന്താണ്, ആ ബാങ്കർ പറ്റിച്ച ബാങ്കർ ഉണ്ടായിരുന്നല്ലോ, ഇവർക്ക് തിരിച്ചു നൽകാനുള്ള പണമൊക്കെ തിരിച്ചു നൽകുകയും ചെയ്തു. അങ്ങനെ ഇവരുടെ പിന്നെ അവസാനമായിട്ടുണ്ടാകുന്ന വേറൊരു കാര്യമുണ്ട്. ഈ ജോർജ് എന്ന് പറയുന്ന ഈ ഒരു മകൻ എന്താണ്, പഠനാവശ്യത്തിന് വേണ്ടി വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയായിരിക്കും. പിന്നെ എന്താണ്, അവരുടെ ആ റിലേഷൻഷിപ്പ് കട്ടായി പോയിട്ടുണ്ടാകും. അതായത് ഇവരുടെ ഫാമിലി ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലാണെന്ന് അറിഞ്ഞപ്പോൾ ജോർജിനെ വിവാഹം കഴിക്കാൻ ഉണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ ഇതിനെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഇവർ നല്ല രീതിയിൽ എത്തി എന്നറിഞ്ഞപ്പോൾ അവർ വിവാഹത്തിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ജോർജും അതുപോലെ തന്നെ അവൻ്റെ ആ ഒരു ലവറും വിവാഹം കഴിക്കുകയാണ്. അതുപോലെ തന്നെ സോഫിയയും തൻ്റെ ലവറായിട്ടുള്ള സർ വില്യം തോൺഹില്ലും വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക്, ആ ഒരു പ്രതാപ കാലഘട്ടത്തിലേക്ക് ഇവർ തിരിച്ചു പോകുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ ക്ലാസ് ഈ ഒരു നോവലിൻ്റെ സമ്മറി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ തീംസിലേക്ക് പോകാം. ഇതിൻ്റെ തീംസ് എന്ന് പറയുന്നത് ഫാമിലി ആൻഡ് ലവ് ആണ്. നമുക്കിതിൽ കാണാൻ കഴിയും, ഫാമിലിയും കാണാൻ കഴിയും, എന്താണ് ലവും കാണാൻ കഴിയും. അതുപോലെ തന്നെ വെർച്യു, മൊറാലിറ്റി, ഫോർട്ടിറ്റ്യൂഡ്, പിന്നെ സോഷ്യൽ ക്ലാസ്, ജസ്റ്റിസ്, ഇതൊക്കെ എന്താണ് ഈ ഒരു നോവലിൽ വരുന്ന തീംസാണ്. അപ്പോൾ നമ്മുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ, ഒരു ഫാമിലിയുടെ സ്റ്റോറി പറയുന്ന ഒരു നോവലാണിത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്